മഴ പെയ്ത് തോരാൻ വരട്ടെ. അങ്ങനെ നിങ്ങൾ സമാധാനിക്കണ്ട. ഇനി എന്താ നിനക്ക് വേണ്ടത് ആൻമേരിയ? നീ എന്താ ഇങ്ങനെ? ഇത്ര നേരത്തെ ഞങ്ങളുടെ അടുത്ത് നിനക്ക് ഇത്ര ദേഷ്യം കാണില്ലല്ലോ. ഇപ്പൊ നിനക്ക് ഞങ്ങളോട് ഇത്ര ദേഷ്യം? ഞാൻ എപ്പോഴും വിചാരിക്കും നിങ്ങളോടുള്ള ഫൈറ്റ് നിർത്തണമെന്ന്. ബട്ട് നിങ്ങളുടെ ബിഹേവിയർ അതെനിക്ക് ഇഷ്ടമാവുന്നില്ല. ലൈക്ക് എ മിഡിൽ ക്ലാസ്. എനിക്ക് ഈ പപ്പയെ വേണം. ഇത് ഞങ്ങളുടെ പപ്പയാ. ഇതിന് നിനക്കൊന്നും തരാൻ പറ്റില്ല. ഉറപ്പാണോ? എന്നാ കേട്ടോ, നിന്റെ പപ്പി എന്റെ കയ്യിലാവുന്നത് നീ നോക്കി നിൽക്കും. I dare you. ഞാൻ ഈ പപ്പിയെ എന്റെ വീട്ടിൽ വളർത്തും. നോക്കിക്കോ, എന്റെ ബ്രൂണോയുടെ കൂടെ ഇവൻ വളരും. എന്നാ അതൊന്ന് കാണണല്ലോ. നീ വലിയ ആളായി വെള്ളി വിളിക്കുന്നുണ്ടല്ലോ. നീ ഒന്ന് കൊണ്ടുപോയി കാണിക്ക്. ബാക്കി കാണാം നമുക്ക്. വരുന്നിടത്ത് വെച്ച് എല്ലാം അങ്ങ് കാണാം. അണ്ടർസ്റ്റാൻഡ്? എനിക്ക് അണ്ടർസ്റ്റാൻഡ് ഒക്കെ ആയി. എല്ലാം നിങ്ങൾക്ക് ഞാൻ അണ്ടർസ്റ്റാൻഡ് ആക്കി തരാം. മനസ്സിലായോ മിഡിൽ ക്ലാസ് വർഗങ്ങളെ? ഇതൊക്കെന്താ? അല്ല, നീ എന്നെ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നേ? ഇപ്പോഴും നിനക്ക് എന്നെ തെറ്റിദ്ധാരണയാണ്. ഞാനാണോ അവളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതെന്ന്? അതെ. ആണെങ്കിൽ നിന്റെ കരച്ചിൽ കാണുമ്പോഴാ എനിക്ക് അങ്ങനെ തോന്നുന്നേ. ഇപ്പൊ തൽക്കാലം എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. നിന്റെ കരച്ചിൽ കാണുമ്പോ എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. ഈ കള്ളക്കരച്ചിൽ നിർത്തിക്കേ. മതി. ഇത് കള്ളക്കരച്ചിലല്ല, ഒറിജിനലാ. ഹായ് ക്ലാസിഫൈഡ് കണ്ണീരാ. ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഓ, കണ്ണീരൊക്കെ സർട്ടിഫിക്കറ്റ് കിട്ടിയതാണോ? സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയതാ. എന്തേ? ഒന്നുമില്ലായേ. വാ ടോമി, നമുക്ക് പോവാം. ഇതൊക്കെ വട്ടാ. ദേവ് ചേച്ചിയുടെ അടുത്ത് പോവാം. ചേച്ചി നിനക്ക് അവിടെ കൂടെ ഒരുക്കുന്നുണ്ടാവും. എന്റെ കണ്ണീരൊക്കെ വേസ്റ്റ് ആയാ? ടോമിക്കുട്ടാ, നമുക്ക് കുളിക്കണ്ടേ? ചക്കരെ, നമുക്ക് കുളിക്കാം. അനു, ആ ഷവർ തുറന്നേ. വേണ്ട ചേച്ചി, ബക്കറ്റ് വെള്ളം കൊണ്ട് കുളിപ്പിക്കാം. ഷവർ തുറന്നേ, അത് നല്ലത്. വേണ്ട ചേച്ചി, ഷവർ തുറന്ന് അവ ഓടും. നമുക്ക് ബക്കറ്റ് വെള്ളം കൊണ്ട് പിടിച്ചു നിർത്താം. ആര് പറഞ്ഞോ ഷവർ തുറന്നാലും പിടിച്ചു നിർത്താം? അതാകുമ്പോ ഷവർ മാത്രം പിടിച്ചു നിർത്തിയാൽ മതി. വെള്ളം ഒഴിക്കാൻ എനിക്ക് കഷ്ടപ്പെടുന്നു വേണ്ടല്ലോ. ബക്കറ്റ് കാണുമ്പോ എനിക്ക് ചേച്ചി ഹെൽപ്പ് ചെയ്യാലോ. ഓ പിന്നെ, എന്റെ പപ്പയെ നോക്കാനേ നിന്റെ ഹെൽപ്പ് എന്തിനാ? എന്റെ പപ്പയെ ഞാൻ നോക്കിക്കോളാം. നീ കുളിപ്പിക്കൊന്നും വേണ്ട. അങ്ങനെയാണോ? എന്ന് ഞാൻ അമ്മയെ വിളിക്കട്ടെ. ഈ പപ്പിയിൽ എനിക്ക് അവകാശമുണ്ട്. നിന്നെ കൊണ്ട് തോറ്റില്ലോടി അനു. ഈ അനുക്കുഞ്ഞ് കുമ്പളനെ കൊണ്ട് ഞാൻ തോറ്റു. നീ ആ ഷവറിന് തുറന്നേ, കളിക്കാതെ. തുറക്ക. അല്ല, ബക്കറ്റ് വെള്ളം കൂടി കുളിപ്പിച്ചാ എന്തൊരു പ്രശ്നം? ഷവറോണ്ട് കുളിപ്പിച്ചാ എന്താ പ്രശ്നം? പട്ടിക്ക് ജലദോഷം വരത്തില്ലല്ലോ. ചിലപ്പോ വന്നാലേ അത് നന്നായി. നന്നാവണല്ലോ. ചേച്ചിക്ക് എന്താ ബക്കറ്റ് വെള്ളം എടുത്ത് കുളിപ്പിച്ചാലേ? നിനക്കെന്താ ഷവറിന്റെ പൈപ്പ് കൂടി തുറന്നാലേ? ചേച്ചിക്ക് എന്താ ബക്കറ്റ് വെള്ളം കൂടി കുളിപ്പിച്ചാലേ? നിനക്കെന്താ ഷവർ അങ്ങ് തുറന്നാലും ഞാൻ പറഞ്ഞേ. നിന്റെ ചെവിയിൽ എന്താടി കല്ല വെച്ചിരിക്കുന്നേ? എന്ത് പറഞ്ഞാൽ എനിക്ക് കേൾക്കത്തില്ല. പുല്ല്. ഞാൻ ഷവർ തുറന്നാ എനിക്ക് എന്താ ലാഭം? എനിക്ക് പപ്പയെ കുളിപ്പിക്കണം. ചേച്ചി എന്നെ കുളിപ്പൊക്കെ ഒപ്പം കൂട്ടോ? അതിന് നിന്നോട് ആരും ഒപ്പം കൂട്ടില്ലെന്ന് പറഞ്ഞേ. ഷവർ തുറന്നാൽ നിനക്ക് എന്റെ കൂടെ നിന്ന് കുളിപ്പിച്ചൂടെ? ബക്കറ്റ് വെള്ളം കൊണ്ട് മാത്രമേ നിനക്ക് എന്റെ കൂടെ നിന്ന് പപ്പയെ കുളിപ്പിക്കാൻ പറ്റുള്ളൂ. ഓ, എന്നാ ഞാൻ തുറക്കാം. പക്ഷെ എനിക്ക് പപ്പയെ ചേച്ചിയുടെ കൂടെ നിന്ന് കുളിപ്പിക്കണം. ഓ, ആയിക്കോട്ടെ മഹാദേവി. താങ്കൾ ആ പൈപ്പൊന്നങ്ങ് തുറന്നാലും നമുക്ക് ഈ പാവ പപ്പിയെ അങ്ങ് കുളിപ്പിക്കാമായിരുന്നു. ഓക്കെ മഹാദേവി ചേച്ചി, ചേച്ചിയുടെ ഉത്തരവ് പോരെ. എന്നാൽ മോളതങ്ങ് തുറന്നാലും നോമിന് സന്തോഷമായേനെ. ഓക്കെ അടി ചേച്ചി. ദേവോ, അമ്മ. അയ്യോ അമ്മ, ഇനി എന്ത് ചെയ്യും? ഇത് ഡോറ കുറുനരി മോഷ്ടിക്കരുത് പറയുന്നത് പോലെ ആയല്ലോ ചേച്ചി. ഇതിന് എന്തെങ്കിലും പരിഹാരം കാണാൻ നോക്കെ. എന്ത് ചെയ്യും എന്ന് പറഞ്ഞു നിൽക്കല്ല വേണ്ട. അല്ല, എന്ത് ചെയ്യാം? അമ്മ ഇപ്പൊ നമ്മുടെ രണ്ടുപേരുടെ ശബ്ദം കേട്ട് കാണും വഴക്കെടുക്കുന്ന. എന്താ അവിടെ? ദേവു, ബാത്റൂമിൽ രണ്ടുപേരൊക്കെയാണോ? ഒരാളിങ്ങോട്ട് ഇറങ്ങിക്കേ. അമ്മേ, ചേച്ചി എനിക്ക് സോപ്പ് തരുന്നില്ല. അയ്യോ അനു, സോപ്പ് താ. അമ്മേ, അനു ആ സോപ്പ് തരാത്തേ. മര്യാദക്ക് രണ്ടും കൂടെ നല്ലപോലെ കുളിച്ചോ. വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട. എന്റെ കയ്യിൽ നല്ലോണം കിട്ടും. വാതിൽ ചവിട്ടി പൊളിച്ചങ്ങ് വരും. ദൈവമേ, അങ്ങനെ വന്ന് തീർന്നല്ലോ. ഏയ് അമ്മ അങ്ങനെ പണിയൊന്നും നോക്കില്ല. ചേച്ചി ഏതായാലും അമ്മ ഇനി ഇവിടെ വാദിക്കലൊന്നും വന്ന് നിൽക്കില്ല. നമുക്ക് ഇവനെ കുളിപ്പിക്കുമ്പോ ഇവൻ ശബ്ദം ഉണ്ടാക്കുന്ന കാര്യം ഉറപ്പാ. ഇവർക്കൊന്നും വെള്ളം തേച്ചിട്ടുണ്ടെന്ന് അത്ര ഇഷ്ടമൊന്നുമല്ല. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം. നമുക്ക് പാറുവിന്റെ അടുത്ത് അമ്മേനെ ഇവിടുന്ന് വേറെ അങ്ങോട്ട് മാറ്റാൻ പറഞ്ഞാലോ? കൂടി ഇവിടുന്ന് അതൊന്നും നടക്കില്ല. ഇവന്റെ ദേഹത്ത് നല്ല ചളിയുണ്ട്. കുളിപ്പിക്കാതിരിക്കാനും നടക്കില്ല. പിന്നെ എന്താ നമ്മൾ ചെയ്യാ? നാണം കേട്ടല്ലോ. ആ ജെന്നിയോട് വരാൻ പറഞ്ഞിട്ട് വരുന്നേരല്ലേ പണ്ടാറ. വല്ലാത്തൊരു കഷ്ടം തന്നെ. നാണം കെട്ടു അവിടെ പോയിട്ട്. ഒന്നും വേണ്ടായിരുന്നു. തേങ്ങ കോപ്പ് ഒന്നും വേണ്ടായിരുന്നു. വല്ലാത്തൊരു കഷ്ടം. ഞാൻ എന്റെ പപ്പയാണെന്ന് കരുതി അവരുടെ വീട്ടിൽ കയറി കൾച്ചറൽ സ്മെല്ലോ. പോരാത്തതിന് നാണം കെട്ടി ഇറങ്ങി വരേണ്ടി വന്നു. വല്ലാത്തൊരു കഷ്ടം തന്നെ ഇത്. ഇനി എന്ത് ചെയ്യും? ജൂലി എവിടെ? എന്താ ക്ലാര? എന്താ നിന്റെ ചേച്ചി ജൂലി എവിടെ? അവളെ എന്റെ കൈ കെട്ടിയാ പപ്പടമാക്കും ഞാൻ. അവള് കാരണം ഞാൻ എത്രത്തോളം നാണം കെട്ടുവെന്ന് എനിക്ക് തന്നെ അറിയില്ല. അവളെന്ത് ചെയ്തു? അവക്ക് നിന്നെ ഇഷ്ടമാണല്ലോ. അവൾ നിനക്കതിലൊന്നും ചെയ്യലല്ലോ. പിന്നെന്താ നിനക്ക് അന്മേരിയ? എനിക്ക് ഉണ്ടപ്പോയി. You know, she cheated on me.
എന്താന്ന് വെച്ചാ ഞാൻ പറഞ്ഞില്ലായിരുന്നോ എന്റെ ഒരു വിലപിടിപ്പുള്ള പട്ടിയെ കാണാതായെന്ന്. അതെ, എന്നിട്ട് അതിനെ കിട്ടിയോ? നീ കേൾക്ക്. അങ്ങനെ അതിനെ തപ്പി ഇറങ്ങിയ എന്നെ വഴിയിൽ വെച്ച് നിന്റെ ചേച്ചി തടഞ്ഞു. എന്നിട്ട് എന്നിട്ട് എന്നോട് പറഞ്ഞു ആ അനുവിന്റെ വീട്ടിലുണ്ട് നിന്റെ പട്ടിയെന്ന്. എന്നിട്ട് ആഹാ, അനുവാണ് നിന്റെ പട്ടിയെ കട്ടുകൊണ്ടുപോയത്. അവളാളൊരു ഭയങ്കര തന്നെ നിന്റെ പട്ടിയെ കട്ടുകൊണ്ടുപോയല്ലോ. ഇങ്ങനെയൊക്കെ വിചാരിച്ച് ഞാൻ ആ വീട്ടിലേക്ക് കയറി. പക്ഷേ അവിടെ ഉണ്ടായിരുന്നത് എന്റെ പട്ടി അല്ലായിരുന്നു. എന്റെ പട്ടിയും കൊണ്ട് എന്റെ ഡ്രൈവർ വരുന്നുണ്ടായിരുന്നു. അതും അവന്റെ മുമ്പിലേക്ക് ഡ്രൈവർ എന്റെ ബ്രൗണിയും കൊണ്ട് വന്നു. അവന്റെ പട്ടിയുടെ മുമ്പിൽ ഞാൻ വെറും പുല്ലായിത്തീർന്നു. അവന്റെ പട്ടി വരെ എന്നെ പൊട്ടിച്ചു എന്ന് പറയാം. അപ്പൊ ചേച്ചിക്ക് മാറിയതാവും. നിന്റെ ചേച്ചിയുടെ കണ്ണാതെ ഡോക്ടറെ കാണിക്കേ. ചേച്ചി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് തോന്നുന്നു. എനിക്ക് കണ്ടപ്പോ ആദ്യം അതെന്റെ ബ്രൗണിയെ പോലെ തോന്നി. എന്തായാലും പോയത് പോയി. ഇനിയിപ്പോ നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് അവന്റെ പട്ടിയെ വേണം. ഞാൻ ആ പട്ടിയെ ആഗ്രഹിച്ചു, എനിക്ക് അതിനെ വേണം. പക്ഷെ അതിനെ നിനക്ക് എങ്ങനെ കിട്ടാനാ? ഇത് ലോക്കലല്ലേ, നിനക്ക് ലോക്കൽസിനൊക്കെ പറ്റുമോ? കൂടുതലൊന്നും ഇങ്ങോട്ട് ചോദിക്കണ്ട. എനിക്ക് എന്തെങ്കിലും ഐഡിയ പറഞ്ഞതാ. എന്താ ഐഡിയ പറഞ്ഞതാ? എന്റെ കയ്യിൽ ഐഡിയ ഒന്നുമില്ല. തൽക്കാലം നീ മിണ്ടാണ്ടിരിക്കും. നിന്റെ ചേച്ചി കാരണം ഞാൻ നാണം കേട്ടത്. ഞാൻ അതിന് നിന്നോട് പകരം ചോദിക്കും. അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞെന്നോ? ഞാനിപ്പോ ആകെ ഭ്രാന്തളക്ക് മട്ടോ കാശുണ്ടെന്ന് പറഞ്ഞിട്ടെന്താ നാണം കെട്ടില്ലേ? ഇനിയിപ്പോ നിനക്ക് എന്താ വേണ്ട ആൻമേരിയ? എനിക്കൊരു ഐഡിയ വേണം. എനിക്ക് എങ്ങനെയാണ് അവന്റെ പപ്പി എന്റെ കയ്യിൽ കിട്ടണം. അതിന് എന്റെ വീട്ടിൽ എനിക്ക് എന്റെ പപ്പയെ വളർത്തണം. അവന്റെ മുന്നിലൂടെ തന്നെ. എന്റെ കയ്യിൽ ഇപ്പൊ പ്രത്യേകിച്ച് ഐഡിയകളൊന്നുമില്ല. ഇനിയിപ്പോ ആ ഒരു വഴിയിലെന്താ വെച്ചാ ഒന്നെങ്കിൽ നീ ആ പട്ടിയെ കട്ടെടുക്കണം, അല്ലെങ്കിൽ അതിനെ കിഡ്നാപ്പ് ചെയ്യണം. അല്ലാതെ നിനക്ക് ഇതിനെ കിട്ടുന്ന എനിക്ക് തോന്നുന്നേ ഇല്ല. ഇത് രണ്ടും നടക്കുന്ന കാര്യമല്ല. പട്ടിയേക്ക് ആരും കിഡ്നാപ്പ് ചെയ്യോ? കിഡ്നാപ്പ്?